പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നത് മാസഫലമാകുന്നു. സൂര്യൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് പ്രവേശിക്കുന്നത്? 1200 മിഥുനമാസം 1-ാം തീയതി ഞായറാഴ്ച, അതായത് 2025 ജൂൺ 15-ാം തീയതി രവിവാരം ഞായറാഴ്ച കാലത്ത് 6:45 സൂര്യൻ മിഥുനമാസത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ പ്രവേശിക്കുന്ന ദിനം കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു. തിരുവോണം നക്ഷത്രമാകുന്നു. സൂര്യൻ ഒരു മാസക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുക. 32 ദിവസം വരെ നിൽക്കും. മിഥുനം, കർക്കിടകം മാസങ്ങളൊക്കെ പ്രായേണ 32 ദിവസങ്ങൾ കാണാം. മകരം, കുംഭമൊക്കെ 30, 29 ദിവസങ്ങളും കാണാം. നമ്മൾ ഇംഗ്ലീഷിലെ ഫെബ്രുവരി മാസം പോലെ തന്നെ. ഇവിടെ സൂര്യൻ മിഥുനത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു വർഷക്കാലം സൂര്യൻ തന്നെ ശത്രുക്ഷേത്രത്തിലായിരുന്നു നിന്നത്, ശുക്രക്ഷേത്രത്തിലെ ഇടവത്തിൽ. ഇവിടെ ബുധക്ഷേത്രത്തിലാണ്. സൂര്യന് ബുധൻ സമനാണ്, പക്ഷെ ബുധന് സൂര്യന് സുഹൃത്താണ്. പക്ഷെ പലപ്പോഴും മിഥുനത്തിലെ സൂര്യൻ വളരെയധികം നല്ല ഫലങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏറ്റവും നല്ലൊരു സമയമാകുന്നു. ആർക്കൊക്കെ? സൂര്യൻ്റെ ആശ്രയഫലത്തിൽ വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യ കൊണ്ട് ധനമുണ്ടാവുക, ജ്യോതിശാസ്ത്രങ്ങൾ, താന്ത്രികം, മാന്ത്രികം, ജ്യോതിഷവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, എല്ലാ തരത്തിലുള്ള വിദ്യ കൊണ്ടും ധനമുണ്ടാവുക. വിത്തവാൻ, അങ്ങനെ ധനികനാവും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ആ സൂര്യൻ ഏതെല്ലാം രാശികളിൽ നിന്നാൽ എന്തൊക്കെ പ്രയോജനങ്ങൾ ആർക്കൊക്കെ സംഭവിക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത്. ഈ ഒരു മാസക്കാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ശോഭനമായ നല്ല ഒരു അനുഭവങ്ങൾ സൂര്യൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേടം മുതൽ മീനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മകരൻ രാശി. ഇവിടെ മകരൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവം പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഭാവമാണ്. സൂര്യൻ 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതെ, ബലവാനും ശത്രുക്കളെ ജയിക്കും 6-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതേ ഫലമാണ് 6-ാം ഭാവത്തിൽ ശനിയും രാഹുവും കേതുവും ചൊവ്വയും നിൽക്കുമ്പോൾ. പക്ഷേ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, സൂര്യൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഏത് ഭാവത്തിൻ്റെ ആധിപത്യമാണ് മകരൻ രാശിക്കാർക്ക് ഈ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ എന്ന് നാം ചിന്തിക്കണം. മകരൻ രാശിയുടെ അഷ്ടമാധിപനായ 8-ാം ഭാവാധിപനായ ഗ്രഹമാണ് സൂര്യൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതിനാൽ ഒരു ഭാഗത്ത് ധാരാളം ഗുണത്തെ പ്രദാനം ചെയ്യും, പക്ഷേ മറുഭാഗത്ത് ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. എന്താണ് അഷ്ടമഭാവം? സർവപ്രണാശോ വിപദോപവാദോ ഹേതുപ്രദേശോ മരണസ്യ ദാസാഹ മഠാധികം വേശ്മ ഗതാശ്ച വിഘ്നാഹ വിചിന്തനീയ പുനരഷ്ടമേന. ഇവിടെ 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ എല്ലാ നാശവും, വിപത്തുകളും അപവാദങ്ങളും ഭൃത്യജനങ്ങളും ദാസന്മാരും, ഇതൊക്കെയാണ് 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. അതിനാൽ 6-ാം ഭാവത്ത് നിൽക്കുന്ന സൂര്യൻ ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യും. 6-ൽ സൂര്യൻ നിൽക്കുമ്പോൾ വരാഹമിഹിരൻ പറഞ്ഞ ഫലം ഞാൻ പറഞ്ഞു, ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്ന്. 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞ ഫലം കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. രിപുധ്വംസകർ ഭാസ്കരോ യസ്യ ഷഷ്ടേ തനോദിവ്യം രാജതോ മിത്രതോവ. രിപുധ്വംസകർ, ഇയാൾ ശത്രുക്കളെ നശിപ്പിക്കും 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ. തനോദിവ്യം, ധാരാളം കാശ് ചെലവഴിക്കപ്പെടും. രാജതോ മിത്രതോവ, സുഹൃത്തുക്കൾ ധാരാളം ഇദ്ദേഹത്തിൻ്റെ കാശ് ചെലവഴിപ്പിക്കും. അപ്രകാരം രാജാവും. അതിനാൽ കാശ് ഒരു ഭാഗത്ത് ധാരാളം വരും, മറുഭാഗത്ത് സർക്കാരുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൂടെ ധനനഷ്ടമുണ്ടാകാം. സുഹൃത്തുക്കൾ സാമ്പത്തികമായി ഇദ്ദേഹത്തിന് ദുർച്ചെലവുകൾ ചെയ്യിപ്പിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കുലേ മാതുരാപത് ചതുഷ്പാദയോവ, മാതുഹു കുലേ ചതുഷ്പാദേഹ ആപത്ത്. ചതുഷ്പാത് പഴയകാലത്ത് നാൽക്കാലികളാണ്. ഇത് നാൽക്കാലികളും 4 ഉരുളുള്ള വാഹനം കൊണ്ട് അമ്മയുടെ കുലത്തിൽ ആപത്തുണ്ടാകുമെന്നാണ്. അതിനാൽ യാത്രകളിൽ വളരെയധികം ശ്രദ്ധിക്കുക. പ്രയാണേ നിഷാദേഹി വിഷാദം ലഭേദ, വഴിയിൽ വെച്ച് കാട്ടാളരാൽ ആക്രമിക്കപ്പെടും എന്നൊരു ഫലമുണ്ട്. കാട്ടാളന്മാർ എന്ന് വെച്ചാൽ നീചന്മാർ, ഖലന്മാരാൽ, മൂർഖന്മാരാൽ അപകടപ്പെടും എന്നൊരു ഫലവുമുണ്ട്. ഇത് അച്ചിട്ട ഫലമാണ്, ചമത്കാര ചിന്താമണി.
ഞാൻ ജ്യോതിഷം പഠിക്കാത്ത സമയത്ത് എൻ്റെ ജാതകത്തിൽ 6-ാം ഭാവത്തിലാണ് സൂര്യൻ. ആ ഒരു സൂര്യൻ്റെ ദശാപഹാര സമയം വന്ന സമയത്ത് ഞാൻ വളരെയധികം മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിയ ഒരവസരം എൻ്റെ ലൈഫിൽ ഇപ്രകാരം ഉണ്ടായിരുന്നു. ഞാൻ കാട്ടാളരാൽ, മൂർഖരാൽ ഞാൻ അപമാനിക്കപ്പെട്ട ഒരു രാത്രി ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫിലെ അനുഭവമാണ്. അതുകൊണ്ടാണ് ചമത്കാര ചിന്താമണി എന്ന ഗ്രന്ഥത്തെ മാത്രം ഞാൻ ഇത്രയും ഫോളോ ചെയ്യുന്നത്. എൻ്റെ അനുഭവം മുഴുവൻ അതായിരുന്നു. 6-ൽ സൂര്യൻ വരുമ്പോൾ ഞാൻ MA കഴിഞ്ഞ് BEd കഴിഞ്ഞ് അതിപ്രശസ്തമായ രീതിയിൽ പഠനം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് ലോറി ഭ്രാന്ത് ഉണ്ടാകുന്നു, വാഹനഭ്രാന്ത്. ആ സമയത്ത് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞൊരു വാക്യമാണ്. ഞങ്ങൾ അധ്യാപകരാണ്, എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരാണ്. അതിനുശേഷം ഞങ്ങൾ 4 മക്കളും അധ്യാപകരാണ്. എൻ്റെ ജ്യേഷ്ഠൻ അധ്യാപകനായി. ഞാൻ അധ്യാപന വൃത്തിക്ക് അടുത്ത ഹൈസ്കൂൾ നോക്കുന്ന സമയത്താണ് എനിക്ക് വാഹനഭ്രാന്ത് ഉണ്ടാകും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ പാടില്ല, നമ്മൾ അധ്യാപകരാണ്, ഞങ്ങൾ മറ്റൊരു ദേശത്ത് നിന്ന് വന്നവരാണ്, ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്നവരാണ്. അച്ഛൻ പറഞ്ഞു, നമ്മളിവിടെ വന്നു, ഞങ്ങൾക്ക് ആവശ്യത്തിന് ഭൂമിയൊക്കെ അച്ഛൻ്റെ കഠിനാധ്വാനം മൂലം ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, പാടില്ല, നീ നന്നായി ജ്യോതിഷം പഠിക്കും, നിനക്കതിൽ വളരെയധികം കഴിവ് തെളിയിക്കാം. എൻ്റെ പിതാവ് നല്ലൊരു ജ്യോത്സ്യനാണ്, പക്ഷെ അദ്ദേഹം പ്രൊഫഷണലായിരുന്നില്ല. അപ്പം ഞാനതിനെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. സൂര്യൻ 6-ൽ വന്നാൽ അച്ഛൻ ശത്രുവാകും, ചന്ദ്രൻ 6-ൽ വന്നാൽ അമ്മ ശത്രുവാകും. അല്ലെ, അമ്മയെ ശുശ്രൂഷിക്കാൻ കഴിയില്ല, അച്ഛനെ ശുശ്രൂഷിക്കാൻ കഴിയില്ല. ഞാൻ അച്ഛൻ്റെ വാക്കുകളെന്ന് തൃണവൽ ഗണിച്ചു. ഞാൻ ലോറി വാങ്ങി, 1 ലോറി, 2 ലോറി, അങ്ങനെ അവസാനം കഴിയുമ്പോഴേക്കും ഞാൻ അതുകൊണ്ട് എൻ്റെ പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ 10 ലക്ഷത്തോളം രൂപ കടക്കാരന ഒരു വ്യക്തിയാണ്. അതിനുശേഷമാണ് ഞാൻ ജ്യോതിഷം പഠിക്കുന്നത്. എൻ്റെ ഒരു പഴയ ഡ്രൈവർ, അയാളെ സുഹൃത്തിനെ കൂടി എന്നെ വലിയൊരു കേസിൽ ഉൾപ്പെടുത്തി എന്നെ അപമാനിച്ച് ഒരു രാത്രി എനിക്കൊരവസ്ഥയുണ്ടായി. 6-ൽ സൂര്യൻ നിൽക്കുന്ന ജാതകത്തിലെ സമയമായിരുന്നു അത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ സമയത്തുള്ള യാത്ര വേണ്ട, ശ്രദ്ധിക്കണം. നീചന്മാരാൽ അപമാനിക്കപ്പെടും, ഒരു സംശയവുമില്ല. അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. അത് പരമശിവനായാലും മഹാവിഷ്ണുവായാലും ഹരിശ്ചന്ദ്രനായാലും അനുഭവിച്ചിട്ടുണ്ട്. പിന്നെയാണോ ഈ കലിയുഗത്തിൽ വിജയകുമാർ മാരാർ എന്ന എൻ്റെ അനുഭവം. അതുകൊണ്ടാണ് പറയുന്നത്, ശ്രദ്ധിക്കുക, വാഹനാപകടം ശ്രദ്ധിക്കുക, അന്യരുമായി തർക്കത്തിന് നിൽക്കരുത്. എല്ലാം ശുഭമായി വരും. ഒരു ഭാഗത്ത് ഇത് വളരെ നല്ലതാണ്. തദങ്കേ രുഗ്വ്രണാധികം, 6-ാം ഭാവത്തിൽ രോഗങ്ങളും വ്രണങ്ങളും ഉണ്ടാകും എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനാൽ വളരെയധികം അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ട്, ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ട്, പാദങ്ങൾക്കുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ക്ഷതങ്ങൾ, മുറിവുകൾ, ഇതൊക്കെ ശ്രദ്ധിക്കണം. മഴക്കാലമാണ്, വലിയ പനി വരിക, ജ്വരം, ഇതൊക്കെ സംഭവിക്കും. അഷ്ടമാധിപനായ സൂര്യനാണ് 6-ാം ഭാവത്തിൽ നിൽക്കുന്നത്. പക്ഷെ പല കാര്യങ്ങളിലും മകരൻ രാശിക്കാർക്ക് വിജയപഥത്തിലേക്ക് എത്താം ഈ ഒരു സമയം. മകരൻ രാശിക്കാർക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞു 6-ൽ വ്യാഴമാണ്, ഇപ്പം 2-ൽ രാഹു, അഷ്ടമത്തിൽ കേതു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മകരൻ രാശിക്കാർക്ക് ഭാവാധിപൻ, രാശ്യധിപനായ ശനി അതിശക്തനായി 3-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. വിക്രമവാൻ, ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കുന്നു ആ ശനി എവിടെ. അതുകൊണ്ട് ഭയപ്പെടരുത് മകരൻ രാശിക്കാർ. നന്നായി ശിവനെ ഭജിക്കുക, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. വളരെ അനുകൂലമായി ഓരോ കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സംജാതമാകുന്നതാണ്. നന്ദി, നമസ്കാരം.